ട്രാൻസ് ഹ്യൂമൻസ്. ഈ ട്രാൻസ് ഹ്യൂമൻസ് എന്താണെന്നറിയോ? ഗ്രീഷ്മകാലത്ത് ഈ മൃഗങ്ങളെ സമതല പ്രദേശത്ത് നിന്ന് പർവ്വത പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ശൈത്യകാലത്ത് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് സമതല പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ സമ്പ്രദായത്തെയാണ് ഇതാരാ? ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് അല്ലേ? നീ അർഹിച്ചത് തന്നെ നിനക്ക് കിട്ടി. ഇനി എന്താ പ്രകാശ നിന്റെ പരിപാടി? ഇനി എന്തെങ്കിലും പണിക്ക് വിട്ടാലോ എന്ന് ആലോചിക്കലാ. ഈ പ്രായത്തിൽ പിന്നെ എന്ത് പണിക്ക് പോവാനാ? മോന്റെ സഹായം കൊണ്ട് ഇതുവരെ എത്തി. കോളേജിലായിട്ട് പഠിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. എന്തെങ്കിലും വഴിയുണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പേരക്കുട്ടി പഠിച്ച് വലിയ ആളാവണമെന്ന് കാളിച്ചേച്ചിക്ക് ആശയില്ലേ? ആശിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ മോനെ. പ്രകാശന്റെ കാര്യോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അവനെ എനിക്ക് കിട്ടു വന്നേക്ക്. ഉമാജേ അതെടുത്തോ. ഫസ്റ്റ് ക്ലാസ് വന്നേക്കണം. ഇത് ഞങ്ങളുടെ വക ഒരു സമ്മാനാ. കോളേജിലൊക്കെ പോകുന്നതല്ലേ, പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മിടുക്കനായിട്ട് വേണം പോവാൻ. ധൈര്യമായിട്ട് പോയിക്കോടാ. Known as Shankar, was an Indian cartoonist and writer. Most remembered for establishing Children's Book Trust in 1957 and Shanghai's International Dolls Museum in 1965. He is considered the father of political cartooning in India. Shankar won many awards like Padma Shri, Padma Bhushan and Padma Vibhushan. His work life with കോടതി വിധിയൊക്കെ കേട്ടല്ലേ ഇറങ്ങ. ഈ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞവര് അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ അവര് നാളെ സ്കൂളിൽ പോയി പഠിച്ചു. പോടാ 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 പോടാ. സാറേ, മറ്റൊരു കിട്ടുന്നവരെ ഒന്ന് അന്തി ഉറങ്ങാൻ മാത്രം ഇവിടെ. ഇനി ഒരു ഒറ്റ നിമിഷോടെ നിൽക്കാൻ പാടില്ല. എനിക്ക് സ്റ്റേഷനിൽ ഇരിക്കപ്രതി ആയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഇത് അദ്ദേഹത്തിന്റെ വീടല്ലേ സാറേ? തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? എന്നൊന്നും ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എന്നെ കൊണ്ട് നടപടി എടുപ്പിക്കാതെ എവിടേക്കാ ചേരാ ഇപ്പോ? കോടതി വിധി അറിഞ്ഞില്ലേ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീടല്ലല്ലോ, പോസ്റ്റ് ഓഫീസേ. സ്വന്തം മോനെ പോലെ വളർത്തിയതല്ലേ നീ പ്രകാശനെ? അവൻ പോലും നിന്നെ തള്ളി പറഞ്ഞില്ലേ? പ്രകാശനെ കുറ്റം പറയേണ്ട വീരാ കുഞ്ഞെ. അവൻ ജനപ്രതിനിധിയാ. അവൻ നിൽക്കേണ്ടത് ജനങ്ങളോടൊപ്പം. തൽക്കാലം കയറി കിടക്കാൻ ഒരിടം കണ്ടിട്ടുണ്ട്. വാ വാ. ഇതാണ് ഞാൻ നിനക്കായിട്ടൊരുക്കിയ ബംഗ്ലാവ്.
ഇതൊക്കെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്തപ്പൻ മുതലാളിയുടേതാ. പണ്ട് ഈ കാണുന്ന പാടങ്ങളെല്ലാം ഒരു ജൂതൻ്റെതായിരുന്നു. ഇലിയാഹു ജൂതൻ എന്ന അങ്ങേരുടെ പേര്. അയാൾക്കൊരു മോനുണ്ടായിരുന്നു. ഔറോണി ജൂതം എന്നല്ലേ പേര്? ഒന്ന് മറ്റൊന്നാകും. അത് പ്രകൃതിയുടെ നിയമം. ഇത് എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ. പണ്ടൊക്കെ 4 പേര് പിടിച്ച പന്തത്തെ മലമൂടാ. ഇപ്പം ഇങ്ങനെയായി. ആ മൂട കഴിക്കടാ. പാലം പോയി കൊടുത്തു. ഒരു ചുമടുണ്ട്. ശിവരാമോ? ആ അല്ല, ഇതാര് ജൂതരോ? അതെ, കെട്ട് കലക്കുമ്പോ കുറച്ച് പിലോപ്പി തന്നെ കേട്ടോ. ഓ തരാലോ. പിലോപ്പി അത്രയ്ക്ക് ഇഷ്ടാ? ഒക്കാളി നെല്ലിന്റെ ചോറും കെട്ടിലെ പിലോപ്പിക്കറിയും കൂട്ടി തിന്നാലുള്ള രുചി മറക്കാൻ പറ്റുന്നില്ല. ഭരണിത്തക്കോണല്ലേ, കൊടുങ്ങല്ലൂർ കാവിന്ന് പാട്ട് കേൾക്കണ്ടേ? ഈ തക്കത്തിന്റെ കാര്യമൊക്കെ ജൂതർക്ക് എങ്ങനെ അറിയാ? പണ്ട് ഞങ്ങൾക്കൊരു ചെമ്മിക്കെട്ടുണ്ടായിരുന്നു. അതെനിക്ക് പുതിയ അറിവാ. അതേതാ കെട്ട്? ഇവിടെ തന്നെ മാളേല. അതേത് കെട്ട്? മനക്കിലെ കെട്ടെന്ന് പറയും. മനക്കിൽ ഞങ്ങളുടെ വീട്ടുപേരാ. അത് ഈ കെട്ടല്ലേ? അപ്പോ അന്തപ്പ മുതലാളിക്ക് നിങ്ങൾ വിറ്റതായിരിക്കും. ഇതെന്തോ ശാപം കിട്ടി കെട്ടാ ജൂതരെ. 1 ലക്ഷം രൂപ വാടക കൊടുത്ത് 6 മാസത്തേക്ക് പാട്ടത്തിനെടുത്ത കെട്ടായത്. സീസൺ തീരുമ്പോൾ അതിൻ്റെ പകുതി പോലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. സത്യം പറയാ ജൂതരെ, നിങ്ങളിൽ നിന്നും അന്തപ്പ മുതലാളി പറ്റിച്ചെടുത്തതല്ലേ ഈ കെട്ട്? പോയോ?